ഈ കൊച്ചു കേരളത്തിൽ പുയലാ. ഞാൻ വെറുതെ പറഞ്ഞതാ. തൃശ്ശൂരിൽ നല്ല കാറ്റാ. കാലത്തേനെ അൻസേനെ കൊണ്ട് അടുത്തുള്ള ഹോസ്പിറ്റലിൽ വിറ്റാമിൻ എ കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. വീടിന്റെ അടുത്താണ് ഹോസ്പിറ്റലിന് അവിടെ വീട്ടിൽ നിന്ന് നോക്കുമ്പോൾ ഈ കാണാൻ പോകുന്നുണ്ട്. ഇങ്ങനെ പുണ്യം കണ്ടെങ്കിൽ കമന്റ് ചെയ്യൂട്ടാ. ഇക്ക വരാൻ നേരം വൈകിയപ്പോൾ ഞങ്ങൾ രണ്ടാളും നടക്കാൻ തുടങ്ങി. നട്ടു ഉച്ചയാകാരം നല്ല വെയിലുണ്ടായിരുന്നു. തലയിൽ തുണിയിട്ട് കൊടുത്തപ്പോൾ അതൊന്നും വേണ്ട പറഞ്ഞ് നീ ചുറ്റും മുപ്പത്തൊറ്റയ്ക്ക് നടക്കാൻ തുടങ്ങി. വെയിലുള്ള കാര്യം നിങ്ങൾ രണ്ടാളും നടക്കണം പറഞ്ഞ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. നോക്കിയപ്പോൾ നല്ല കാറ്റുണ്ടായിരുന്നു ആ ഭാഗത്ത്. അങ്ങനെ ഞങ്ങൾ മൂന്നാളും വീട്ടിലെത്തി. എനിക്ക് ആടിന്റെ ബിസിനസ് ഉണ്ട്. ചുമ്മാ പറഞ്ഞതാ. അമ്മയമ്മയുടെ വീട്ടിലെത്തിയപ്പോൾ തെങ്ങ് കയറാൻ ബംഗാളി ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. ആള് കയറിനൊക്കെ മുന്നേ വായിലെന്താ വെച്ചു. ഹൈറ്റിന്റെ പേടിക്കുള്ള ഒരു മരുന്നാന്ന് തോന്നുന്നു. വീട്ടിലത്തെ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുന്നത് ഈ കുട്ടിയാണ്. ഈ ഇരിക്കുന്ന ആള് ബംഗാളിയൊന്നുമല്ല, ഇതിന്റെ സ്വന്തം ഭർത്താവാണ്. അൻസിയെ എനിക്ക് ഓടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ കാവലിരിക്കുക. സമയം നോക്കിയപ്പോൾ 12 മണി. വാപ്പച്ചും മോളും ചേർന്നിട്ട് കരിക്ക് വെട്ടുണ്ടായിരുന്നു. ഒക്കെ ചെയ്യുന്ന കണ്ടിട്ട് ഇക്കാനെ പോലെ ഒരാൾ കോപ്പി അടിക്കുന്നുണ്ട്. കരിക്കൊന്നല്ല, നാളികേരാണ്. അൻസിയക്ക് കരിക്ക് വെള്ളം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ഒരു കരിക്കിന്റെ വെള്ളം മൊത്തം കുടിക്കാവള്. അൻസിയുടെ വക ഒരു ചെറിയ ഗാനമേള ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം കിട്ടിയ നാളികേരും ഓലയാണോ? നിങ്ങളുടെ വീട്ടിലെ തേങ്ങ കയറ്റി കരിക്കിന് വേണ്ടി ഇങ്ങനെ നല്ല ആൾക്കാരുണ്ടെങ്കിൽ കമന്റ് ചെയ്യും. അപ്പോൾ പുതിയ വിശേഷങ്ങളായിട്ട് പിന്നെ കാണാം. ബൈ.